ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ പരിപാടി എന്താന്ന് വെച്ചാല് വയനാട് പോവാണ്. വയനാട് ടൂറ്. ഞാനുണ്ട്, ഷബീലുണ്ട്, കാറിലാ പോണത്. ഇല്ല അന്ന് ഒഴിവാക്കും. പിന്നെ നമ്മളെ മച്ചാണ്ട്, പ്രിയപ്പെട്ട റിയാസ് മച്ചാനെ പോവല്ലേ? റെഡി? ഫാമിലി ആയിട്ടാ പോണ കേട്ടോ. ഷബീല വരുന്നുണ്ടോ? കൊറേ വട്ടം വിളിച്ചിട്ടോ, ആള് വരുന്നില്ല. എന്താ ഈ വരാത്ത കാരണം പറയും. ബിസിയോ? എന്താ എത്ര വലിയ പൈസ എടുത്തോളാ? പൈസ ഇല്ലായിട്ടാണോ? എന്നാ ഈ വണ്ടിയിട്ട് പോര്, ഞങ്ങള് പോവാ. റിയാസ ഇവനെ കൂട്ടണ്ട. ഇവനെ കൂട്ടാത്തതിന് കാരണം എന്താ? കൂട്ടാത്തതിന് കാരണം എന്താ അറിയാം? എന്നെ കൂട്ടാതെ ഇവരോട് ഇത് വരുന്നുണ്ടായിരുന്നാലും ഒന്നും കൊണ്ടുപോകില്ല. കാരണം എന്താ അറിയോ? ഇന്നെ കൂട്ടാതെ ടൂർ പോയി. ചെയ്യാൻ പാടും തരുമോ? അതിന്റെ ഒരു പ്രതിഷേധമാണിത്. അപ്പൊ ഓക്കെ, യാത്ര പോവാണ്. ഈ വണ്ടിയിലാ പോണത്. വണ്ടിയതാണ് അയ്യമ്പാക്കി. ഇപ്പൊ പോവാ. അപ്പൊ വിശേഷങ്ങളൊക്കെ കാണാം. ഓക്കെ, എല്ലാരും ഫുള്ളായിട്ട് കാണാം വീഡിയോ. ഓക്കെ, ചെറിയ സമയമൊക്കെ അതില് ചെയ്യാൻ പറ്റുമോ? അപ്പൊ എനിക്ക് പൈസ എടുക്കാതുള്ള വിഭവം കട്ട് ചെയ്താണ്ടി, അല്ലാതെ മോനെ പൊളിക്കും. എന്തൊക്കെ വരികയെന്നൊന്നും പറയാൻ പറ്റില്ല. പെട്രോളോ ഡീസലോ? ഫുള്ളായിട്ട് കാണാം വീഡിയോ. ഓക്കെ, അപ്പൊ ഗൈസ് അങ്ങനെ വീട്ടിലേക്ക് പോന്നിട്ടോ. വൈഫിനെ കൂട്ടാൻ വേണ്ടി വന്ന റിയാസിന്റെ വീട്ടിൽ പോയി. ഞാനും ഷബീലിനെയും കൂട്ടി ബൈക്കിനും ഇങ്ങോട്ട് പോന്നു. ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങാനുള്ള പരിപാടിയാണ്. ഷബീൽ എപ്പോഴും ചോദിക്കാ പോരുണ്ടോ? പോലെ റെഡിയായി. റിയാസിന്റെ വൈഫിനെയും വെയിറ്റ് ചെയ്യാം. ഒരു കാറായിട്ട് വരും. ആ കാറിൽ പോകാൻ നേരെ വീട്ടിൽ പോയി. ഞാൻ പോകാനെ വെയിറ്റ് ചെയ്യാണ്. കഴിക്ക് കുറച്ച് മധുരം പോവല്ലേ ഇതാ? ഒക്കെ അല്ലേ? സെറ്റല്ലേ? പകുതി മതിയോ? എന്നാ പകുതിക്കുന്നു. അപ്പൊ അറിഞ്ഞല്ലോ, ഈ ഒന്ന് റിയാസിനെ വിളിച്ചാ. ഞങ്ങള് പുറപ്പെട്ട് ഇവിടുന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഡ്രൈവർ റിയാസ്, നമ്മളെ സുഹൃത്ത് റിയാസ്. ഒരു ഇതോ എന്റെ വൈഫ് നിഷാബി. ഷബി പോവല്ലേ? ഇത് രണ്ടും നമ്മൾ ആത്മാർത്ഥ സുഹൃത്തുക്കളാണ്. ഓക്കെ, എന്റെ രണ്ട് മക്കള്. ഹായ് നൗഫി. എന്റെ പേരെന്താ? മിൻഹ. ഇത് നിഹാൽ. ഞങ്ങളങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഇതാ പിന്നെ അപ്പൊ ഞങ്ങള് ചായ കുടിക്കാൻ നിർത്തിയാട്ടെ. വരുന്ന വഴിക്ക് ചായ അല്ലേ? ചായ ആക്കണോ നാസ്താക്കണോ? വൈകുന്നേരം ഈവനിങ് ആയി. അപ്പൊ ചായ കുടിക്കാൻ നിർത്തിയാട്ടോ. ചായ കുടിക്കാം അല്ലേ? ചായ പോലെ എത്തല്ലേ? കടിയെത്തിട്ടോ. കട്ട്ലേറ്റ്, സമൂസ. കുറച്ച് ഷുഗർ എടുക്കും. ഇത് ബ്രെഡ് പോക്കറ്റ്. ആരാ പറഞ്ഞ? അതാരാ ഓർഡർ ചെയ്ത്? വേണ്ട, കട്ട് ചെയ്യണേ. കട്ട് ചെയ്താ കട്ട് ചെയ്യണം. ഒന്ന് കട്ട് ചെയ്താ. അപ്പൊ ഇന്ന് ഫുള്ള് ഇന്ന് തൊട്ടിട്ടാണ് ഫുഡ് പോണ യാത്രയിലൊക്കെ. അങ്ങനെ എന്നത്തെയും പോലെ മന്തി എത്തിയിരിക്കുകയാണ്. എല്ലാ ടൂറിലുള്ള പോലെ. എന്റെ അഭിപ്രായം അടിപൊളി ഒരു സ്റ്റാൻഡേർഡ് ആയിട്ട് ഹോട്ടലാണ് ഉള്ളത്. എസ്പെഷ്യലി ഫുഡ് ഇത് യമ്മിയാണ്. ഏത് കക്കിരിയോ? മതി വളരെ കുറച്ച്. രാത്രിയായതുകൊണ്ട് കുറച്ച് ലേറ്റാക്കി കഴിക്കാൻ വെച്ചു. ഞങ്ങള്
ഇവിടെ ലോഞ്ചിങ്ങിൽ റെസ്റ്റ് എടുക്കാം. എന്താ എന്റെ വീക്കെൻഡിൽ വയനാട് വന്നുള്ള ഒരു അഭിപ്രായം? ആക്ച്വലി വന്നു കഴിഞ്ഞാല് കൺജസ്റ്റഡ് ആവും. വയനാട് കൺജസ്റ്റഡ് ആവും. വിളിച്ച് കഴിഞ്ഞാൽ റിസോർട്ട് ഒന്നും അവൈലബിൾ അല്ല. ഒന്ന് ആറ് പെട്ടുപോകും. അല്ലെങ്കിൽ പിന്നെ അഡ്വാൻസ് ബുക്കൊക്കെ ചെയ്ത് നേരത്തെ ബുക്ക് ചെയ്തിട്ട് വരണം. പിന്നെ പറഞ്ഞാൽ വീക്കെൻഡ്സിൽ നമ്മൾ എസ്പെഷ്യലി സൈറ്റ് സീയിങ്ങിന് വരുമ്പോൾ മൊത്തത്തിൽ കൺജസ്റ്റഡ് ആവും. ഇച്ചിരി ബുദ്ധിമുട്ടാണ്. മറ്റുള്ള ലൊക്കേഷൻ ബേസ് നോക്കാം. പിന്നെ വീക്കെൻഡ് ആയതുകൊണ്ട് നല്ല ട്രാഫിക് ഉണ്ട് അല്ലേ? നേരത്തെ മുൻകൂട്ടി വരണം. ഞങ്ങൾ പ്ലാൻ ചെയ്ത് വന്നപ്പോൾ തന്നെ ലേറ്റ് ആയിപ്പോയി. വളരെ ലേറ്റ് ആയിപ്പോയി. അപ്പൊ ഓക്കെ, റൂമിൽ വെച്ചിട്ട് കാണാം. ഓക്കെ, എത്തി. ഞങ്ങള് ഓൾമോസ്റ്റ് എത്തി. ഞാൻ റിസോർട്ടിൽ എത്താൻ ഒരു 200 മീറ്റർ. ഞങ്ങളെ റിസോർട്ടൊക്കെ കാണിച്ചുതരാം ഗായ്സ്. അങ്ങനെ ഫൈനലി ഞങ്ങള് റിസോർട്ടിൽ എത്തിയിരിക്കുകയാണ്. ഇതാണ് റിസോർട്ടിന്റെ പൂൾ. ഇത് നൈറ്റ് വൈബാണ് റിസോർട്ടിന്റെ. എങ്ങനെയുണ്ട് മക്കളെ റിസോർട്ട്? എങ്ങനെയുണ്ട്? സൂപ്പർ, അടിപൊളി പൂളാട്ടോ. റൂം കാണിച്ചു കൊടുക്കാം. അപ്പൊ നമുക്ക് റൂം കാണട്ടെ. അതാണ് നൈറ്റ് ഇവിടുത്തെ ഒരു വിഷ്വല് റിസോർട്ടിന്റെ. വാ ഗായ്സ്. അപ്പൊ ഇങ്ങനെ മൂടി നിക്കണ, കെട്ടിപ്പിടിച്ചിരിക്കണ വിചാരിക്കും റൊമാൻസ് ആണ്. റൊമാൻസ് അല്ല, തണുത്ത് വിറയ്ക്കാണത്. അതില് നോക്കിയില് മോശമാണ്. ഞാൻ ഏടെ ചെയ്യും. തണുപ്പ് എങ്ങനെയുണ്ട്? ഇങ്ങോട്ട് നോക്ക്. തണുപ്പ് എങ്ങനെയുണ്ട്? തണുപ്പ് എങ്ങനെയുണ്ട്? ഭയങ്കര തണുപ്പായിട്ട് തണുത്തോള് വിറക്കിയാണ് ഇവിടെ. തന്നെ ആഡ് ചെയ്യണോ? നോക്കി തണുപ്പുണ്ടോ? നല്ല എനിക്ക് തണുപ്പുണ്ട്. നല്ല ഞാനിവിടെ കിടക്കാട്ടോ. നല്ല അടിപൊളി ഗാനമേള എടുക്കാട്ടോ. കുറച്ച് നീയ മന്ദാരച്ചപ്പുണ്ടോ മാണിക്കല്ലുണ്ടോ കയ്യിൽ വാർമതിയേ പൊന്നും തേനും വയമ്പുമുണ്ടോ വാനം പാടിതൻ തൂവലുണ്ടോ ഉള്ളിൽ ആമോദത്തിരകൾ ഉണരുമ്പോൾ മൗനം പാടുന്നു ഉള്ളിൽ ആമോദത്തിരകൾ ഉണരുമ്പോൾ മൗനം പാടുന്നു മന്ദാരച്ചെപ്പുണ്ടോ മാണിക്കല്ലുണ്ടോ കയ്യിൽ വാർമതിയേ പൊന്നും തേനും വയമ്പുമുണ്ടോ വാനം പാടിതൻ തൂവലുണ്ടോ ഉള്ളിൽ ആമോദത്തിരകൾ ഉണരുമ്പോൾ മൗനം പാടുന്നു ഉള്ളിൽ ആമോദത്തിരകൾ ഉണരുമ്പോൾ മൗനം പാടുന്നു കരക്കാരത്തട്ടിൽ ഒരു മുത്തശ്ശി പൊട്ടറ്റ് ചൊല്ലി കുഞ്ഞോളെ കുമ്പാളി മാമുണ്ട് ചാഞ്ചാട് പച്ചക്കറിക്കാരത്തട്ടിൽ ഒരു മുത്തശ്ശി ചൊട്ടറ്റ് ചൊല്ലി ആവിൽ ചിങ്കാരക്കിന്നാരം ചിരിച്ചു കൊഞ്ചുന്ന മണിക്കൂറും നേവാ പുന്നാരം പുന്നാരം അരവാ ഏയ് കുറുമ്പുറങ്ങുമി കുരുന്നു ചുണ്ടത്ത് മണിപ്പതക്കം താ അമ്മാനം അമ്മാനം രാവിലെ എണീറ്റ് ബ്രഷൊക്കെ ചെയ്ത് ഫ്രഷായി. ഇതാണ് ഇന്നലെ സ്റ്റേ ചെയ്ത റൂം. അത്യാവശ്യം തെറ്റില്ല, തിരക്കിട്ടില്ലാത്ത റൂമാണ്. റൂം ഞാൻ കാണിച്ചുതരാം. ചെറിയൊരു പ്രൈസിൽ അത്യാവശ്യം തിരക്കിട്ടില്ലാത്ത റൂമാണ്. നല്ല അടിപൊളി ബാത്റൂമും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു ഇതുവരെയുണ്ട്. സാധനങ്ങളൊക്കെ വെക്കാനുള്ളൊരു അമറ കാര്യങ്ങൾ, ബാത്റൂമും പിന്നെ ഭക്ഷണം കഴിക്കാനുള്ള ടേബിള്, പിന്നെ ഒരു സോഫ സെറ്റ്. അപ്പം രാവിലെ തന്നെ പുറത്തേക്കുള്ളൊരു വ്യൂ കാണിച്ചു കേട്ടോ. നൗഫി രാവിലെ തന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ ആസ്വദിച്ച് നിൽക്കുക. ഒരു അരുവി പോകുന്നുണ്ട്.
അവിടെ പൂളുണ്ട്, അവിടെ കുന്നും മലയുണ്ട്. വാവ്, അടിപൊളി. രാവിലെ തന്നെ ഒന്ന് കാണുമ്പോൾ ഒരു പ്രത്യേക വൈബ്. ഇങ്ങണ്ടോ ഫീ ഇങ്ങണ്ട് റിസോർട്ട് ഇടയ്ക്കൊരു യാത്ര പോണ് വളരെ റിലാക്സ് ചെയ്യും കേട്ടോ മൈൻഡിന് അല്ലേ. നല്ല അടിപൊളി വ്യൂ. രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് എത്തിട്ടോ. എന്തൊക്കെയുള്ളേ? ദോശയുണ്ട്. കോംപ്ലിമെന്റ് അല്ലേ? കോംപ്ലിമെന്ററി ആണ്. നമ്മൾ വളരെ റിച്ച് ആയതുകൊണ്ട് ദോശയിൽ ഒതുക്കി അല്ലേ. ഇനി പുറത്തു പോയി കഴിക്കാം. ഇവിടെ വരുമ്പോ പുറത്തു പോയി കഴിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. അങ്ങോട്ടല്ല, അങ്ങോട്ട് മുന്നോട്ട് ബാക്കോട് കളിക്കാറുണ്ട്. വാശിയേറിയ പോരാട്ടത്തിലാണ്. ഞാൻ തോൽപ്പിക്കട്ടെ നിങ്ങളൊക്കെ. നൈസ് പ്ലാൻ. വ്ലോഗ് വീഡിയോ എടുക്കൂ. നമ്മൾ ലുഡാബോർഡ് കളിക്കും. എന്നോയ്ക്ക് നമുക്ക് ലുഡാബോർഡ് കളിക്കാട്ടോ. നല്ല അടിപൊളി ആയിട്ട് ലുഡാബോർഡ് അടി കൊടുക്കേ. റിയാസിന്റെ കളിയാണ് ചെസ്. ബുദ്ധി അവിടെ പോരി. ചെസ് പോരി. ആ ബുദ്ധിയുള്ള കളിയാ, നമ്മക്ക് പറഞ്ഞതല്ല. എല്ലാരും പൂളിൽ ഇറങ്ങാൻ വേണ്ടി പോവാട്ടോ. പൂളിൽ ഇറങ്ങാൻ വേണ്ടി സെറ്റപ്പ് ആയിക്കാം. ഹലോ ചേച്ചി, വെറുതെ ഒരു വ്ളോഗ്. നിങ്ങൾ കൊല്ലത്തുള്ള നിങ്ങൾ എന്ത് വർക്ക് ചെയ്യാം? നൈസ്. അപ്പൊ നൈസാട്ടോ. നിങ്ങളെവിടെ സ്ഥലം? എവിടെ? വെള്ളമുണ്ട. എവര് കൊല്ലത്തില്ലേ? എൻജോയ് ചെയ്യാൻ വന്ന. എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? ക്ലൈമറ്റ് എങ്ങനെയുണ്ട്? ക്ലൈമറ്റ് സൂപ്പറായിരുന്നു അല്ലേ? ഇഷ്ടപ്പെട്ടോ? കൊല്ലംകാരിക്ക് ഇഷ്ടപ്പെട്ടോ? ഓക്കെ. റിയാസ് കാര്യമായിട്ടുള്ള ഷൂട്ടിങ്ങിലാട്ടോ. ഷൂട്ട് എടുക്ക, വ്ളോഗ് എടുത്തോണ്ടിരിക്ക. നിഷാബി അവിടെ കിടന്ന് ഊഞ്ഞാലാടിക്കൊണ്ടിരിക്ക. നിഷാബി ഇറങ്ങ്. ഇതാട്ടോ വേറെ ഗസ്റ്റ്. വെള്ളം ഫുള്ള് തണുപ്പില്ല ഗൈസ്. ഗൈസ് അങ്ങനെ മുത്തങ്ങ എത്തിട്ടോ. മുത്തങ്ങ നല്ല അടിപൊളി ബ്യൂട്ടിഫുൾ ആയിട്ട് നല്ല ഫ്ലവർ വിരിഞ്ഞിട്ടുണ്ട്. ഓണൊക്കെ അല്ലേ, വരവേൽക്കാനുള്ളതായിരിക്കും. എങ്ങനെയുണ്ട്? ഗ്രൂപ്പ് ഫോട്ടോ വണ്ടിന്റെ അവിടെ പൂന്തോട്ടം എങ്ങനെയുണ്ട്? ഒരു രക്ഷയില്ല, അടിപൊളി. അതേതാ ജമന്തിയിലെ നല്ല അടിപൊളി പൂത്തൊളിഞ്ഞ് നിൽക്കുന്ന പൂപ്പാടങ്ങൾ. ഓണത്തിനെ വരവേൽക്കാൻ വേണ്ടി തയ്യാറെടുക്കുകയാണ് ഗൈസ്. പൂ പറിച്ചില്ലേ? പൈസ കൊടുത്തോ? 10 ടോട്ടൽ. ടോട്ടൽ 10. 10 രൂപ കൊടുക്കും. അഡ്ജസ്റ്റ് പണ്ണ്. വണ്ടി അവിടെ ഗാഡി ഇക്കടെ വാ. ഗൈസ് അങ്ങനെ മുത്തങ്ങയിലാട്ടുള്ളേ. മുത്തങ്ങന്ന് തിരിച്ചു പോവാ. എവിടെ ഉണ്ട് ഫ്ലവർ ഷോ ഉണ്ടോ? സൂര്യകാന്തി. അടുത്ത സൂര്യകാന്തി കാണാൻ വേണ്ടി പോവാട്ടോ നമ്മളെല്ലാരും കൂടി. ഓക്കെ. പൂവർച്ചാ പൂവണിക്ക്. അങ്ങനെ രണ്ടാമത്തെ ദിവസം ഉച്ചയായി. ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിർത്തിയാണ്. ചിക്കൻ കറിയും നാടൻ കഴിക്കാന്ന് വെച്ചു. ചിക്കൻ കറിയും നെയ്ച്ചോറും.
നിഷാബി മാത്രം ബിരിയാണി എങ്ങനെയുണ്ട്? പെട്ടോ? നെയ്ച്ചോറിൽ മസാല വെച്ചല്ലേ? കഷ്ണറി ഫ്രൈ അപ്പൊ ഗൈസ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ വൈൻഡപ്പ് ചെയ്യാൻ പോവാണേ. ഓക്കെ ഗൈസ്, ട്രിപ്പ് എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി, പൊളിച്ച് എൻജോയ് ചെയ്തില്ലേ? അടിപൊളിയായിരുന്നു. സൂര്യകാന്തി പൂക്കൾക്കിടയിൽ നിന്ന്. അപ്പൊ ഓക്കെ, ബൈ ബൈ.